ഹായ് വെൽക്കം ടു പഠിക്കാൻ്റെ സിക്കാം യൂട്യൂബ് ചാനൽ. സിവിൽ എക്സൈസ് ഓഫീസറിൻ്റെ അബ്കാരി റവന്യൂ എന്താണെന്നുള്ള സിലബസിൽ 1-2 പാർട്ടാണ് ഇന്നത്തെ ക്ലാസ്സിലുള്ളത്. അതിൽ അബ്കാരി റവന്യൂ എന്താണെന്നാണ് പറയുന്നത്. അത് സെക്ഷൻ 3ൽ കുറച്ച് ഡെഫിനിഷൻസ് പറഞ്ഞിട്ടുണ്ട്. അതിലുണ്ട് അബ്കാരി റവന്യൂ എന്താണ്. റവന്യൂ എന്ന് പറഞ്ഞാൽ എന്താ, വരുമാനം. അതായത് ഈ മദ്യമായിട്ട് ബന്ധപ്പെട്ട് കിട്ടുന്ന ഡ്യൂട്ടി, പിന്നെ ഫീകളുണ്ടാവും, ടാക്സ്, പിന്നെ ഫൈനില്ലേ, പിഴയൊക്കെ ഈടാക്കില്ലേ. അപ്പം അങ്ങനെ ഈ മദ്യമായിട്ട് ബന്ധപ്പെട്ട് ഈടാക്കുന്ന ഇത്തരം കാര്യങ്ങളാണ് വരുമാനമായിട്ട് കിട്ടുന്നതിനാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, അബ്കാരി റവന്യൂ എന്ന് പറയുന്നത്. ഇനി റെസ്പോൺസിബിലിറ്റീസ് ഓഫ് ഓഫീസേഴ്സ് ആൻഡ് പബ്ലിക് ഇൻ അബ്കാരി കേസസ്. ഈ ഓഫീസർമാരുടെയൊക്കെ ചുമതലകൾ അബ്കാരി കേസസ് വരുമ്പോൾ അവരുടെ ഉത്തരവാദിത്തത്തിൻ്റെ കാര്യമാണ് പറയുന്നത്. ഇത് കുറച്ച് സെക്ഷൻസ് ആയിട്ടാണ് പറഞ്ഞിട്ടുള്ളത്. അതിൽ മജിസ്ട്രേറ്റിൻ്റെ ചുമതലകൾ പറഞ്ഞിട്ടുള്ള സെക്ഷൻസാണ് 30, അതുപോലെ 50A, 53A, 53B, 54 തുടങ്ങിയവ. അപ്പോൾ ഇതൊക്കെ പഠിക്കണം കേട്ടോ. മജിസ്ട്രേറ്റ് ബന്ധപ്പെട്ട സെക്ഷൻസ് ഏതൊക്കെയാണെന്ന് പഠിക്കണം. അതുപോലെ 53B എന്ന് പറഞ്ഞാൽ അബ്കാരി ആക്ട് പ്രകാരം നിയമിതനായ എക്സൈസ് മെക്കാനിക്കൽ എഞ്ചിനീയർ, PWD എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ, അദ്ദേഹത്തിൻ്റെ ചുമതലകളെ പറ്റി പറയുന്നതാണ് 53B. അപ്പോൾ ഇതെന്തായാലും പഠിക്കണം, കാരണം ഒറ്റ സെക്ഷനേ ഉള്ളൂ. മറ്റ് പല ഓഫീസേഴ്സിൻ്റെ കാര്യത്തിൽ വരുമ്പോൾ കുറേ സെക്ഷൻ പറയുന്നുണ്ട് ചുമതലകളെ പറ്റിയിട്ട്. പക്ഷേ ഇതിവിടെ ഒറ്റ സെക്ഷനേ ഉള്ളൂ, അപ്പോൾ ഇത് നിർബന്ധമായിട്ടും പഠിക്കണം. പിന്നെ എക്സൈസ് കമ്മീഷണറുടെ ചുമതല പറയുന്നതാണ് 4A, 6, then 7, 12A, 12B, 14, 15, 26, 30, then 67 അതിൽ സബ്സെക്ഷൻ 1 ഉണ്ട്, പിന്നെ 67 തന്നെ സബ്സെക്ഷൻ 2 ഉണ്ട്, പിന്നെ 67F. ഈ അഡീഷണൽ എക്സൈസ് കമ്മീഷണറുടെ ചുമതലയെ പറ്റി പറയുന്നതാണ് 67E എന്ന് പറയുന്നത്. ഇനി ഡെപ്യൂട്ടി എക്സൈസ് കമ്മീഷണറുടെ ചുമതലകളെ പറ്റി പറയുന്നതാണ് 6, 7, 11, 12, 13, 15, 53A, 67A, 67B തുടങ്ങിയ വകുപ്പുകൾ. ഇനി സർക്കിൾ ഇൻസ്പെക്ടർ അഥവാ എക്സൈസ് ഇൻസ്പെക്ടറുടെ വകുപ്പുകളെ പറ്റി പറയുന്നതാണ് സെക്ഷൻ 11, 27, 30A, പിന്നെ 40 തൊട്ട് 53 വരെ. പിന്നെ പ്രിവൻറ്റീവ് ഓഫീസറുടെ ചുമതലകളെ പറ്റി പറയുന്നതാണ് 31, 32, 34, 35, 38, 39, 53 തുടങ്ങിയ വകുപ്പുകൾ. ഇനി സിവിൽ എക്സൈസ് ഓഫീസറിൻ്റെ ചുമതലകളെ പറ്റി പറയുന്നതാണ് 34, 35, 38, 39, 53 തുടങ്ങിയ വകുപ്പുകൾ. അപ്പോൾ ഇത് ശരിക്കും ഓരോ വകുപ്പുള്ളത് ഓരോ വകുപ്പ്, അതായത് ഓരോ ഈ ഉദ്യോഗസ്ഥരുടെ ചുമതലകൾ പറയുമ്പോൾ ഒരു വകുപ്പ് വീതം വരുന്നില്ല. ഇപ്പോൾ 53B അങ്ങനെയൊക്കെ ഒരു വകുപ്പിൽ മാത്രം വരുന്നത് നല്ലോണം പഠിക്കാം. പിന്നെ ഇപ്പോൾ ഈ സിവിൽ എക്സൈസ് ഓഫീസറിൻ്റെ ഒക്കെ ഒരു 5 വകുപ്പൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അത് നല്ലോണം നോക്കി വയ്ക്കുക. അപ്പോൾ ഈ ഒരു വകുപ്പൊക്കെ വരുന്നത് ക്വസ്റ്റ്യൻ ചോദിക്കാനായിട്ട് ചാൻസ് കൂടുതലാണല്ലോ. അപ്പോൾ അത് നിർബന്ധമായിട്ടും പഠിക്കുക. ബാക്കിയുള്ളത് നല്ലോണം മനസ്സിലാക്കി വയ്ക്കുക കേട്ടോ. ഓക്കെ, താങ്ക് യു.